ശേദേ വൃഷസമാരൂഢ ശേദാംബർധരാസുജി മഹാഗൗരീ ശുഭം ദദ്യാൻ മഹാദേവ് പ്രമോദത. ഇന്ന് അഷ്ടമ ദിവസമാണ്. അഷ്ടം ദിവസം നവശക്തിയുടെ അഷ്ടം ശക്തി മഹാഗൗരി. ഇന്ന് മഹാഗൗരിയാണ് നമുക്ക് പൂജിക്കേണ്ടത്. മഹാഗൗരിയെ പൂജിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകുന്നത് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി, ശീഘ്രവിവാഹം, വിവാഹ തടസ്സം എന്നിവ മാറും. സാധാരണ ഗൗരി പൂജ നടത്തുന്നത് സ്ത്രീകൾ മാത്രമാണ്. അത് അവരുടെ ദോഷം മാറി കിട്ടാനാണ്. നമ്മുടെ സമൂഹത്തിൽ അനേക പുരുഷന്മാരുണ്ട്. ഈ പുരുഷന്മാർ അവരുടെ വിവാഹ തടസ്സം മാറ്റാൻ വേണ്ടി ഗൗരി പൂജ നടത്തുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ആദ്യകാലം തൊട്ടേ വിവാഹ തടസ്സം മാറാൻ വേണ്ടി സ്ത്രീകളാണ് ഗൗരിയെ പൂജിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ പൂജിക്കാവൂ എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ ഉണ്ടായി. ആ ചിന്താഗതി മാറണം. ദൈവത്തെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പൂജിക്കാം. പുരുഷന്മാർ വിവാഹം കഴിക്കുന്നവരാണ്. അനേക പുരുഷന്മാർ വിവാഹം തടസ്സം നേരിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഈ ഗൗരി പൂജ നടത്താവുന്നതും തിങ്കളാഴ്ച ദിവസം ഗൗരി ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രങ്ങളിലോ പോകാവുന്നതും ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അഷ്ടമ മഹാശക്തി ആണ് മഹാഗൗരി. 7 ദിവസമായിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നല്ല ഒരു ശക്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം, ശക്തി എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ശക്തിയെ കാരണം 7 ചക്രങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണർന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇനിയും ചക്രങ്ങളുണ്ട്. ആ ചക്രങ്ങളെ ഒന്നും നമ്മൾ ഉണർത്താൻ പോകേണ്ട കാര്യമില്ല. ഈ ഉണർന്ന ചക്രങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. അതൊക്കെ ഹഠയോഗികൾക്കുള്ളതാണ്. ഇനിയുള്ള ചക്രങ്ങൾ ഉണർത്തുകയെന്ന് പറയുന്നത് ഹഠയോഗികൾക്കുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണർന്ന ആദ്യ ദിവസം ഉണർന്ന മൂലാധാര ചക്രം, 2-ാം ദിവസം ഉണർന്ന സ്വാദിഷ്ഠാൻ ചക്രം, പിന്നീട് ഉണർന്ന മണിപ്പുര ചക്രം, അടുത്ത് 4-ാം ദിവസം ഉണർന്ന അനാഹത ചക്രം, 5-ാം ദിവസം ഉണർന്ന വിശുദ്ധ ചക്രം, 6-ാം ദിവസം ഉണർന്ന ആജ്ഞാചക്രം, 7-ാം ദിവസം ഉണർന്ന സഹസ്രാര ചക്രം. 7 ചക്രങ്ങൾ ഉണർന്നിരിക്കുകയാണ്. ഈ 7 ചക്രങ്ങൾ കടന്നപ്പോൾ നമ്മുടെ മനസ്സിലെ കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞു. മനസ്സിലൊരു കുണ്ടലിനി ശക്തി ഉണ്ടായിരുന്നു, അത് ഉണർന്നു കഴിഞ്ഞു. കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭക്തിയിലേക്ക് പോകും. അപ്പോൾ ഇനി ചക്രങ്ങളൊന്നും, പുതിയ ചക്രങ്ങളൊന്നും നമ്മൾ ഉണർത്തുന്നില്ല. ഈ ചക്രങ്ങളെ നിലനിർത്തി പോകണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. സാധാരണ സാധകർ ഈ ബാക്കി വരുന്ന 2 ദിവസത്തെ ആരാധന പൂർത്തിയാക്കിയാൽ മതിയാകും. ഈ 8-ാം ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ പൂജയോടുകൂടി നമ്മുടെ കുണ്ടലിനി ശക്തി പ്രബലമായി തീരും. ഇനി നമ്മുടെ അമ്മയുടെ രൂപം, മഹാഗൗരിയുടെ രൂപം തേജസ്സാർന്നതാണ്, ദിവ്യമായ ഒരു രൂപമാണ്. അമ്മ ചതുർഭുജയാണ്, ചതുർബാഹുവാണ്. അമ്മയുടെ ഒരു കയ്യിൽ ത്രിശൂലമുണ്ട്, മറ്റൊരു കയ്യിൽ അഭയമുദ്രയുണ്ട്, മറ്റൊരു കയ്യിൽ ഡമരു
ഇങ്ങനെ കൊട്ടുപോലെ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള ഒരു സാധനമാണ് ഡമരു. ഡമരു ഉണ്ട്, 4-ാം കൈയിൽ വരമുദ്രയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് 4 കൈകളിലായിട്ട് അമ്മ വച്ചിരിക്കുന്നത്. ഇത് കൂടാതെ അമ്മയുടെ വാഹനമെന്ന് പറയുന്നത് ഋഷഭമാണ്, കാളയാണ് അമ്മയുടെ വാഹനം. ഏവർക്കും അറിയാം, ശിവദേവനെ, ഭഗവാൻ ശങ്കരനെ പതിയായി ലഭിക്കാൻ ദേവി അതികഠിനമായ തപസ് ചെയ്തു. ദേവിയുടെ ശക്തി അമോഘമാണ്. അമോഘമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റാത്തത്, അതാണ് അമോഘമെന്ന് പറയുന്നത്. ലക്ഷ്യം തെറ്റാത്തത് ദേവിയുടെ ശക്തി. ആ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ശക്തി ലക്ഷ്യം തെറ്റില്ല. പക്ഷേ ഏറ്റവും വലിയ മംഗളകാരിണിയാണ് ദേവി. മംഗളം പ്രദാനിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, വിവാഹ തടസ്സം മാറ്റിക്കിട്ടാൻ ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഏത് കടുത്ത വിവാഹ തടസ്സവും മാറിക്കിട്ടും. കുമാരികളായ കന്യകമാരെ പൂജിച്ചു കഴിഞ്ഞാൽ അമ്മ വളരെ പെട്ടെന്ന് പ്രസാദിക്കും. കന്യകാപൂജയുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. കന്യകാപൂജയ്ക്ക് വീട്ടിൻ്റെ അടുത്തുള്ള കന്യകമാരെ വിളിച്ചു വരുത്തി അവരെ പൂജയ്ക്കൊക്കെ ഇരുത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും. ആ കന്യകയെ വിളിച്ചിട്ട്, ഇന്നാണെങ്കിൽ 9 വയസ്സുള്ള കന്യകയാണ് വിളിക്കേണ്ടത് മഹാഗൗരിയുടെ പൂജയിലെന്ന്, പാദം കഴുകി വീട്ടിൽ കയറ്റുക. പാദത്തിലേക്ക് നിങ്ങൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രഹനാഥൻ അല്ലെങ്കിൽ പൂജാരി, ആ പൂജ ചെയ്യുന്ന വ്യക്തി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീട്ടിലേക്ക് കയറ്റുക. നല്ല ആഹാരം കൊടുക്കുക, സാത്വികമായ ആഹാരം കൊടുക്കുക, മധുരം ഉൾപ്പെടെയുള്ള ആഹാരം കൊടുക്കുക, ഒരു ജോഡി വസ്ത്രം കൊടുക്കുക. കഴിയുമെങ്കിൽ 2-4 പുസ്തകവും 2-4 നോട്ട്ബുക്കും ഒരു പേനയൊക്കെ കൊടുക്കുക. പഠനത്തിന് അത് വളരെയധികം ഉപകരിക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കും. അപ്പോൾ ഓർക്കുക, ദേവി പ്രസാദിക്കും. കന്യകമാരെ നിങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുമോ പൂജിക്കുമോ അത്രയും ദേവി പ്രസാദിക്കും. അതിന് മറുവശമുണ്ട്. കന്യകമാരെ ഉപദ്രവിച്ചാൽ, മർദ്ദിച്ചാൽ, അടിച്ചാൽ, വഴക്ക് പറഞ്ഞാൽ ദേവീ കോപത്തിന് പാത്രമാകും എന്നൊരു കാര്യം കൂടെ ഓർക്കുക. ഇവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മമാർ മക്കൾ കാണിക്കുന്ന തെറ്റിനെ തിരുത്തി കൊടുക്കാതിരിക്കരുത്. അത് തിരുത്തി കൊടുക്കണം. മോളിപ്പോൾ ചെയ്തത് തെറ്റാണ്, മർദ്ദനം വേണ്ട, അത് തെറ്റാണ്, തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മർദ്ദനമുറ, പെൺകുട്ടികളോടുള്ള മർദ്ദനമുറ, ഉപദ്രവമുറ ഒഴിവാക്കുക. ഇനി അതുപോലെ തന്നെ കന്യകമാരെ പൂജിച്ചാൽ ദേവി പ്രസാദിക്കുന്നത് പോലെ തന്നെ കന്യകമാരും അവിവാഹിതകളും അവിവാഹിതന്മാരും ദേവിയെ പൂജിച്ചാൽ വിവാഹ തടസ്സം മാറ്റിക്കൊടുക്കും, മംഗളം പ്രദാനിക്കും. ദേവി മംഗളം പ്രദാനിക്കും. ഇനി മഹാഗൗരിയെ പൂജിക്കുന്നത് കൊണ്ട് മനോരഥങ്ങൾ, മനസ്സിലെ ആഗ്രഹങ്ങൾ അതെല്ലാം പൂർണ്ണമാകും. ഇത് മാത്രമല്ല, പാപം, താപം, അസുരഭയം, ഈ അസുരഭയത്തിൽ എല്ലാം വരും. മറ്റാരിൽ നിന്നും ഉണ്ടാകുന്ന ഭയത്തെ, ആസുരികമായിട്ടുള്ള ഭയത്തെ, നമ്മെ വെറുതെ ഭയപ്പെടുത്തുക, അങ്ങനെയുള്ളത്. അപ്പോൾ പാപം, താപം, അസുരഭയം മുതലായവയും ഇല്ലാതെയാകും. ഈ അമ്മയെ എങ്ങനെ പൂജിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം? അമ്മയുടെ സാധനാവിധാൻ, സാധനാവിന്യാസം, പൂജാക്രമം എങ്ങനെയാണ്? എപ്പോഴും പറയുന്നത് പോലെ പ്രതിമ, ചിത്രം സാധകന്, ആരാധകന്, പൂജകന് കഴിയും വിധം ഒരുക്കുക. ചൗക്കി, അതായത് ഒരു പലക, ഒരു 4 പലക, അതിൽ ഒരു വെള്ളപ്പട്ട് വിരിക്കുക.
വെള്ളപ്പട്ട വിരിക്കേണ്ടത്. അതിലൊരു വെള്ളപ്പട്ട് വിരിക്കുക. അതിൻ്റെ പുറത്ത് മഹാഗൗരി യന്ത്രം വെക്കുക. വെള്ളപ്പട്ട് വിരിച്ചതിന് ശേഷം മഹാഗൗരി യന്ത്രം വെക്കുക. ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, പൂജയ്ക്ക് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കണം. അമ്മ സൗന്ദര്യപ്രദായിനിയാണ്. മക്കൾ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ മക്കൾക്ക് സൗന്ദര്യം പ്രദാനിക്കും. അതുകൊണ്ട് സൗന്ദര്യമില്ലായ്മ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ, അതാണാകട്ടെ പെണ്ണാകട്ടെ, കുട്ടിയാകട്ടെ വലുതാകട്ടെ, സൗന്ദര്യമില്ലായ്മ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സം നേരിടുന്നവർ, ഇവർ രണ്ടുപേരും ഈ പൂജ കൃത്യമായി ചെയ്യണം, മറക്കരുത്. കാരണം നിങ്ങളുടെ മനോരഥം പൂർണ്ണമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൂജയ്ക്ക് ആവശ്യമായത് വെള്ളപ്പൂവാണ്. വെള്ളപ്പൂവെന്ന് പറയുമ്പോൾ ആരും തന്നെ അരളി സങ്കല്പിച്ച് കളയരുത്. പെട്ടെന്ന് കിട്ടുന്നത് അരളിയാണ്. അരളി എടുക്കരുത്. വിഷവസ്തുക്കളൊന്നും ദൈവത്തിന് സമർപ്പിക്കരുത്. അരളിമാല സമർപ്പിക്കരുത്. നിങ്ങൾക്ക് അവിടെ പിച്ചിയുണ്ട്, മുല്ലയുണ്ട്, മന്ദാരമുണ്ട്. ഇതെല്ലാം വെള്ള നിറത്തിലുള്ള പൂക്കളാണ്. പാരിജാതമുണ്ട്, അനേകം പൂക്കൾ, വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ട്. വാങ്ങാതെ തന്നെ നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന ആ വെള്ളപ്പൂക്കൾ എടുത്ത് ഒരു പിടി എടുക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് അമ്മ മഹാഗൗരിയെ എന്ത് ചെയ്യണം? അമ്മയുടെ ആ രൂപം മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അതിനെ പറ്റിയില്ല എങ്കിൽ അമ്മയുടെ രൂപം ഇതെവിടെയുണ്ട്, ആ രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുക. അതുമല്ല എങ്കിൽ നമ്മൾ അവിടെ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട് അല്ലേ, ആ യന്ത്രം നോക്കി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അമ്മയുടെ ആ വിഗ്രഹത്തിലേക്ക് നോക്കി എപ്രകാരം പ്രാർത്ഥിക്കൂ: ശേദേ വൃക്ഷസമാരൂഢ ശേതാംബരാധരാ ശുചി മഹാഗൗരീ ശുഭം ദത്യാൻ മഹാദേവ് പ്രമോദത. ശേദേ വൃഷ സമാരൂഢ ശേതാംബരധരാ ശുചി മഹാഗൗരീ ശുഭം ദത്യാൻ മഹാദേവ് പ്രമോദത. ശേദേ വൃഷ സമാരൂഢ ശേതാംബര ധരാശുചി മഹാഗൗരീ ശുഭം ദത്യാൻ മഹാദേവ് പ്രമോദത. ഈ മന്ത്രം ചൊല്ലണം. ഈ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കി ഈ കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ പുഷ്പം ഉണ്ടല്ലോ, ആ പുഷ്പം ദേവിയുടെ ചിത്രത്തിലെ പാതാരവിന്ദങ്ങളിലേക്കിടുക. ആ പാതാരവിന്ദങ്ങളിൽ നിന്ന് നേരെ താഴെയിരിക്കുന്ന ആ യന്ത്രത്തിലേക്കും ആ വെള്ള പട്ടുവസ്ത്രത്തിലേക്കും വെള്ളപ്പൂക്കൾ ഇങ്ങനെ തുടർച്ചയായി വീണുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വെള്ളപ്പൂക്കളെടുത്ത് നമ്മുടെ യന്ത്രമുണ്ട്, അവിടെ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട് അല്ലേ, ആ യന്ത്രത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അർപ്പിക്കണം. യന്ത്രം മഹാഗൗരി യന്ത്രമാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. മഹാഗൗരി യന്ത്രമാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ശക്തിയുള്ളതാ, അതീവ ശക്തിയുള്ളതാ. അതീവ ശക്തിയുള്ള മഹാഗൗരി യന്ത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്കും വെള്ളപുഷ്പം അർപ്പിക്കണം. പിന്നെ പഞ്ചോപചാര പൂജകൾ ചെയ്യണം. എന്താണ്? ഗന്ധം കൊടുക്കണം, മണമുള്ള വസ്തു. അമ്മയുടെ ഫോട്ടോയിലും നമ്മുടെ യന്ത്രത്തിലുമൊക്കെ മണമുള്ള വസ്തു കൊടുക്കണം. ധൂപം, അഗർബത്തിയോ സാമ്പ്രാണിക്കട്ടയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പൊടിച്ച് അതിൻ്റെ ധൂപം കൊടുക്കണം. പിന്നെ ദീപം, ഇതിലെല്ലാം ദീപം കാണിക്കണം. പിന്നെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? പുഷ്പം, അതും വെള്ളപുഷ്പം തന്നെ അർപ്പിക്കണം. ഇനി നിവേദ്യം അർപ്പിക്കണം. നിവേദ്യത്തിനും വെള്ള നിവേദ്യമായാൽ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. അപ്പോൾ എന്താ വെള്ള നിവേദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാമല്ലോ.
വെള്ള നിറത്തിലുള്ള ഹലുവയുണ്ട്, അത് അമ്മയ്ക്ക് വയ്ക്കാം. പാൽപ്പായസം വെക്കാം, പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വെള്ള നിറത്തിൽ അരിപ്പായസം വയ്ക്കാം. അപ്പോൾ വെള്ള നിറത്തിലുള്ള അനേകം പായസങ്ങൾ. എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണം, അതിലെ പ്രധാന ചേരുവ വെള്ളമായിരിക്കണം. പ്രധാന ചേരുവ എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണം, അതിലെ പ്രധാന ചേരുവ പാലായിരിക്കണം. അത് മറക്കരുത്. വെള്ള നിറത്തിലുള്ള പലഹാരത്തിലായാലും അലുവയിലായാലും പാൽപ്പായസത്തിലായാലും അരിയിട്ട് വയ്ക്കുന്ന വെള്ളപ്പായസമായാലും ഏതിലായാലും പ്രധാന ചേരുവ അതിൽ പാലാകണം. അതിന് ശേഷം ഇത് അർപ്പിച്ചതിന് ശേഷം ആ മഹാഗൗരിയെ നോക്കിയോ, അതല്ല എങ്കിൽ മഹാഗൗരിയുടെ യന്ത്രം ഇരിപ്പുണ്ട്, യന്ത്രത്തെ നോക്കിയോ ഈ പറയുന്ന മന്ത്രം നമ്മൾ നേരത്തെ ചൊല്ലി വരുന്ന ഒരു മന്ത്രമാണ്. അതിൽ ഒരു പേര് മാത്രം മാറ്റിയാൽ മതിയാകും. ആ മന്ത്രം എപ്രകാരമാണ്: ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ ഓം മഹാഗൗരി ദേവിയേ നമഃ. ഓം ഐം ഹ്ലീം ക്ലീം ചാമുണ്ടായേ വിച്ചേ ഓം മഹാഗൗരിയേ ദേവിയേ നമഃ. ഓം ഐം ഹ്ലീം ക്ലീം ചാമുണ്ടായേ വിച്ചേ ഓം മഹാഗൗരി ദേവിയേ നമഃ. ഓം ഐം ഹ്ലീം ക്ലീം ചാമുണ്ടായേ വിച്ചേ ഓം മഹാഗൗരിയേ ദേവിയേ നമഃ. ഓം ഐം ഹ്ലീം ക്ലീം ചാമുണ്ടായേ വിച്ചേ ഓം മഹാഗൗരി ദേവിയേ നമഃ എന്ന മന്ത്രം 21 പ്രാവശ്യം പറയണം. ഞാൻ ചെയ്ത പോലെ ദേവി വിഗ്രഹത്തിൽ നോക്കിയോ, അല്ലെങ്കിൽ മഹാഗൗരി യന്ത്രത്തിൽ നോക്കിയോ, അല്ലെങ്കിൽ ദേവിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചോ, എങ്ങനെ വേണോ ചെയ്ത് ഈ മന്ത്രം 21 പ്രാവശ്യം അല്ലെങ്കിൽ 21 പൂവെടുത്ത് വെച്ചിട്ട് ഓരോ പ്രാവശ്യവും ഈ മന്ത്രം പറഞ്ഞ് ഈ വെള്ള പുഷ്പങ്ങൾ ഈ ഗൗരി യന്ത്രത്തിലോ മഹാഗൗരി യന്ത്രത്തിലോ ദേവിയുടെ പാതാരവിന്ദങ്ങളിലോ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മനോരഥം അനുനയ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ പറയാം, ഉച്ചത്തിൽ പറയാം, എങ്ങനെ വേണോ പറയാം. ദുഃഖത്തോടു കൂടിയും സന്താപത്തോടു കൂടിയൊന്നും പറയരുത്. നിങ്ങളുടെ ആഗ്രഹം ദേവിയുടെ മുന്നിൽ തുറന്നു വയ്ക്കണം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? ആരതി കൊടുക്കണം, ദീപാരാധന കൊടുക്കണം. ദീപാരാധനയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൂജ പൂർത്തിയാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ദുർഗാ സപ്തശതി ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഏത് ഭാഗമാണോ നമ്മളെ ദേവി ഭാഗവതത്തിൽ വായിച്ചു നിർത്തിയത് അതിൻ്റെ തുടർച്ച വായിക്കുക. അല്ല എങ്കിൽ ദേവി ഭാഗവതത്തിലെ കഥ വീട്ടിനടുത്തുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വസ്ത്രവും പലഹാരവും നോട്ട്ബുക്കും ഒക്കെ അവർക്ക് കൊടുക്കുക. ഇനി മഹാഗൗരിക്ക് പകരം ഭ്രാമരീ ദേവിയെ ആരാധിക്കുന്ന ചിലയിടങ്ങളുണ്ട്. ഭ്രാമരീ ദേവി എന്ന് പറയുമ്പോൾ വണ്ടിൻ്റെ രൂപത്തിലാണ് ദേവി. ഭ്രമരം എന്ന് വെച്ചാൽ വണ്ട് എന്നാണ് അർത്ഥം. അതിനെ വിശേഷിപ്പിച്ചതാണ് ഭ്രാമരി. എങ്ങനെ ദേവി ഭ്രാമരിയായി എന്ന് നോക്കാം. വളരെ പണ്ട് അരുണാസുരൻ എന്നൊരു അസുരൻ ത്രിലോകങ്ങളും വാണിരുന്നു. ഇയാളുടെ വിനോദം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്ത്രീത്വം കവരുക, അവരുടെ സതീത്വം കവരുക. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ദേവലോകത്ത് പോയി കഴിഞ്ഞാൽ അപ്സരസുകളെ പീഡിപ്പിക്കുക. അങ്ങനെ ദേവലോകത്ത് പോയി ഈ പ്രവൃത്തി തുടർന്നപ്പോൾ അപ്സരസുകൾ ഇയാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വണ്ടുകളുടെ രൂപത്തിലായി. വണ്ടുകളുടെ രൂപത്തിലായി ദേവിയെ പ്രാർത്ഥിച്ചു. വണ്ടായിട്ട് നിന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദേവിയും വണ്ടായിട്ട് തന്നെ വന്നു. അതുകൊണ്ടാണ് ഭ്രമരി അല്ലെങ്കിൽ ഭ്രാമരി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ദേവലോകത്താണ്. ഈ അപ്സരസുകളെല്ലാം രൂപം മാറിയ അപ്സരസുകളെല്ലാം
പഴയ രൂപത്തിൽ വന്നു. ദേവി വണ്ടായിട്ട് തന്നെയാണ് നിൽക്കുക. അപ്സരസുകളെ കണ്ടപ്പോൾ അവരെ ആ സ്ത്രീത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അരുണാസുരൻ മുന്നോട്ട് പോയി. അപ്പോൾ വണ്ട് പോയിട്ടൊരൊറ്റ കുത്ത് മുതുകത്ത്. ഇയാൾ തിരിഞ്ഞു നോക്കി, വണ്ടങ്ങ് പോയി. ഇയാൾ വീണ്ടും പോയി, വീണ്ടും കുത്ത്. ഇങ്ങനെ എത്ര പ്രാവശ്യം ഓരോ സ്ത്രീയുടെ അടുത്തും എത്തുന്നതിന് മുമ്പ് കുത്ത് കിട്ടും. അങ്ങനെ അനേകം കുത്തുകളേറ്റു. പിന്നെ ഇയാൾക്ക് മനസ്സിലായി ഇത് ഒരു അദൃശ്യ ശക്തിയാണ്. എന്തായാലും ആ അദൃശ്യ ശക്തിയോട് യുദ്ധം ചെയ്ത് ആ വണ്ട് തന്നെ വേറെ ആയുധങ്ങളൊന്നുമില്ലാതെ വിവിധ ഇയാളുടെ ശരീരഭാഗങ്ങൾ കുത്തി മുറിവേൽപ്പിച്ച് രക്തമൊലിച്ച് ഈ അരുണാസുരൻ മരിച്ചു. അതുകൊണ്ട് ചിലർ ഭ്രാമരി ദേവിയെയും പൂജിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ നല്ലത് മഹാഗൗരിയായ പരമശിവനെ പതിയായി കിട്ടാൻ വേണ്ടി അനേക കഷ്ടതകൾ അനുഭവിച്ച് ആ പരമശിവനെ പതിയായിട്ട് വരിച്ച മഹാഗൗരിയെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.